മറ്റുള്ളവരോട് ക്ഷമ ചോദിക്കുവാനും പ്രായശ്ചിത്തം ചെയ്യുവാനും കഴിയുന്നത് ദൈവാത്മാവിൻ്റെ പ്രവർത്തനം നമ്മിൽ ഉണ്ടാകുമ്പോഴാണ്. ഇതാ നല്ലൊരു ഉദാഹരണം. ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് നാം വരുത്തി വച്ചാൽ അവർക്ക് പ്രായശ്ചിത്തം ചെയ്യുവാൻ നാം കടംപ്പെട്ടിരിക്കുന്നു. ഇത് ഒരു ക്രിസ്തീയ മാതൃകയാകുന്നു. വിശുദ്ധ പൗലോസിൻ്റെ ജീവിതത്തിൽ തന്നെ യെരുശലേമിലെ സഭയെ ഏറെ ഉപദ്രവിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു പൗലോസ് എന്ന അപ്പോസ്തല പ്രവൃത്തികളിൽ നാം കാണുന്നു. അവരിൽ പലർക്കും, അവിടുത്തെ വിശുദ്ധന്മാരിൽ പലർക്കും ആ ഉപദ്രവം മൂലം അവരുടെ വീടും സ്വത്തുക്കളും പ്രിയപ്പെട്ടവരും എല്ലാം നഷ്ടമായി. എന്നാൽ പൗലോസ് തൻ്റെ മാനസാന്തരത്തിന് ശേഷം താൻ മറ്റ് സ്ഥലങ്ങളിൽ സ്ഥാപിച്ച സഭകളിൽ പോയി അവരിൽ നിന്ന് ദാനം സ്വീകരിച്ച് യെരുശലേമിലെ വിശുദ്ധന്മാർക്ക് കൊണ്ടുപോയി കൊടുത്തു. തൻ്റെ സ്വന്തം ആവശ്യങ്ങൾക്ക് മറ്റൊരുത്തനിലും ആശ്രയിക്കാതിരുന്ന പൗലോസ് ഈ വിശുദ്ധന്മാരെ സഹായിക്കുന്നതിനായി മറ്റുള്ളവരുടെ മുൻപിൽ കൈനീട്ടിയത് താൻ ചെയ്ത തെറ്റിന് പ്രായശ്ചിത്തം ചെയ്യുവാനുള്ളവൻ്റെ താല്പര്യം കൊണ്ടായിരുന്നു. അങ്ങനെ യെരുശലേമിലെ വിശുദ്ധന്മാരെ സാമ്പത്തികമായി ഉദ്ധരിക്കുവാൻ പൗലോസ് പ്രത്യേകം ശ്രദ്ധിച്ചു. നമ്മുടെ ജീവിതങ്ങളിൽ നാം മാതൃകയാക്കേണ്ട ഒരു നല്ല പ്രവർത്തനമാകുന്നു പൗലോസിൻ്റെ ഈ പ്രവർത്തനം. അതേക്കുറിച്ച് നമുക്ക് റോമാലേഖനം 15-ാം അധ്യായത്തിൽ തന്നെ കാണുവാൻ സാധിക്കും. റോമാലേഖനം 15-ാം അധ്യായത്തിൻ്റെ 22 മുതലുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ പഠന വിഷയം. ആ ഭാഗം എടുത്താട്ട് റോമാലേഖനം 15-ാം അധ്യായം. ഇന്ന് 15-ാം അധ്യായത്തിന്റെ 22 മുതലുള്ള വാക്യങ്ങളാണ് നാം കാണുന്നത്. 22-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുന്നതിന് പലപ്പോഴും മുടക്കം വന്നു. അവന് പലവിധ പ്രതിബന്ധങ്ങളും പ്രയാസങ്ങളും ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. 23-24 വാക്യങ്ങളിൽ, ഇപ്പോഴോ എനിക്ക് ഈ ദിക്കുകളിൽ ഇനി സ്ഥലമില്ലായകയാലും അങ്ങോട്ട് വരുവാൻ അനേക സംവത്സരമായി വാഞ്ച ഉണ്ടാകുകൊണ്ടും ഞാൻ സ്പാനിയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ പോകുന്ന വഴിക്ക് നിങ്ങളെ കാണുവാനും ആദ്യം നിങ്ങളെ കണ്ട് സന്തോഷിച്ച ശേഷം നിങ്ങളാൽ യാത്ര അയക്കപ്പെടുവാനും ആശിക്കുന്നു. സുവിശേഷം അറിഞ്ഞിട്ടില്ലാത്ത ഇടങ്ങളിലേക്ക് അതുമായി കടന്നു പോകുവാനുള്ള പൗലോസിന്റെ താൽപര്യം ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നു. അതിനായി റോമിലേക്ക് പോകുവാനും പൗലോസിന് ആഗ്രഹമുണ്ട്. എന്നാൽ ഇവിടെ വിചിത്രമായ ഒരു കാര്യം കൂടി പൗലോസ് പറഞ്ഞിരിക്കുന്നു, എനിക്ക് ഈ ദിക്കുകളിൽ ഇനി സ്ഥലമില്ലായകയാലും എന്ന്. പൗലോസ് ഇതിൽ നിന്നും എന്താണ് അർത്ഥമാക്കിയിരിക്കുന്നത് എന്ന കാര്യം സംശയമുളവാക്കുന്നതത്രേ. താൻ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സ്ഥലങ്ങളിൽ തുടർന്ന് പ്രവർത്തിക്കുവാനുള്ള അവസരം ഇപ്പോൾ ഇല്ല എന്നാണോ പൗലോസ് പറയുന്നത്? വാതിലുകൾ പൗലോസിന് പൂർണ്ണമായും അടഞ്ഞുപോയിരുന്നുവോ? എല്ലാ ആളുകളും രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞോ? ഓരോ മുക്കിലും മൂലയിലും സുവിശേഷം കടന്നു ചെന്ന് കഴിഞ്ഞോ? എല്ലാവരും സുവിശേഷം കേട്ടു എന്ന് ലൂക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്നു. എല്ലാവരും ക്രിസ്തുവിലേക്ക് തിരിഞ്ഞു എന്ന് അതിനർത്ഥമില്ല. എന്നാൽ എല്ലാവരും സുവിശേഷം കേൾക്കുവാൻ ഇടയായി. പുതിയ പ്രദേശങ്ങളിലേക്ക് പോകുവാനാണ് പൗലോസിന്റെ ഇപ്പോഴത്തെ ആഗ്രഹം. ഞാൻ സ്പാനിയയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ പോകുന്ന വഴിക്ക് നിങ്ങളുടെ അടുക്കൽ വരാമെന്ന് പൗലോസ് പറയുന്നു. റോം അല്ലായിരുന്നു പൗലോസിന്റെ ലക്ഷ്യസ്ഥാനം. സ്പെയിനിലേക്ക് പോകുവാൻ പൗലോസ് ആഗ്രഹിച്ചിരുന്നു. റോമ സാമ്രാജ്യത്തിന്റെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് പോകുവാൻ പൗലോസ് ആഗ്രഹിച്ചു. നിങ്ങളെ കാണുവാനും ആദ്യം നിങ്ങളെ കണ്ട് സന്തോഷിച്ച ശേഷം നിങ്ങളാൽ യാത്ര അയക്കപ്പെടുവാനും ആശിക്കുന്നു എന്ന് പൗലോസ് പറയുന്നു. പൗലോസിന് അതിർത്തിയോളം പോയി സുവിശേഷം അറിയിക്കുവാനുള്ള താൽപര്യമായിരുന്നു ഉണ്ടായിരുന്നത്. പൗലോസ് എപ്പോഴെങ്കിലും സ്പെയിനിൽ പോയോ? നമുക്ക് യാതൊരു രേഖയും ഈ കാര്യത്തിൽ ലഭിക്കുന്നില്ല. ഇല്ലൂര്യ ദേശത്ത് പോയതിനെക്കുറിച്ചും നമുക്ക് രേഖയില്ല. 19-ാം വാക്യത്തിൽ സൂചിപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ അവിടെ പൗലോസ് പോയിട്ടുണ്ട് എന്ന് നാം അറിയുമായിരുന്നില്ല. പൗലോസ് സ്പെയിനിലും റോമ സാമ്രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലും പോയിരുന്നു എന്നുള്ളതാണ് വ്യക്തിപരമായുള്ള എന്റെ വിശ്വാസം. തന്റെ ജീവിതാന്ത്യത്തിൽ പൗലോസ് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു എന്ന്. 2 തിമോഥെയോസ് 4:7. തന്റെ ഓട്ടം തികച്ചു എന്ന് പൗലോസ് പറഞ്ഞിരിക്കുന്നു. സ്പെയിനിൽ പോകുവാൻ ഇടയായിരുന്നില്ലെങ്കിൽ പൗലോസ് അപ്രകാരം പറയുമായിരുന്നില്ല എന്നത്ര ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അവിടെയും പോയി സുവിശേഷം അറിയിക്കുവാൻ പൗലോസിന് താൽപര്യം ഉണ്ടായിരുന്നു എന്ന് നാം കാണുന്നു. യെരുശലേമിലേക്ക് പോകുവാനുള്ള ആഗ്രഹം പൗലോസിനുണ്ടായിരുന്നു.
25, 26 വാക്യങ്ങൾ. ഇപ്പോഴോ ഞാൻ വിശുദ്ധന്മാർക്ക് ശുശ്രൂഷ ചെയ്യുവാൻ യെരൂശലേമിലേക്ക് യാത്രയാകുന്നു. യെരൂശലേമിലെ വിശുദ്ധന്മാരിൽ ദരിദ്രരായവർക്ക് ഏതാനും ധർമ്മോപകാരം ചെയ്യുവാൻ മക്കദോന്യയിലും അഖായയിലും ഉള്ളവർക്ക് ഇഷ്ടം തോന്നി. യെരൂശലേമിലുള്ള പാവപ്പെട്ട വിശ്വാസികൾക്ക് ദാനവുമായി അവിടേക്ക് പോകുവാനാണ് പൗലോസിന്റെ താൽപര്യം. അത് സ്വന്തം കയ്യാലെ കൊണ്ടുപോയി കൊടുക്കണമെന്നതായിരുന്നു പൗലോസിന്റെ വാഞ്ച. അതിന് കാരണം എന്താണെന്നറിയാമോ? തന്റെ സ്വന്തം കൈയാൽ പൗലോസ് യെരൂശലേമിലെ സഭയെ നശിപ്പിക്കുവാൻ ശ്രമിച്ചവനാണ്. യെരൂശലേമിലെ സഭയെ പീഡിപ്പിക്കുന്നതിന് ഒരു കാലത്ത് നേതൃത്വം കൊടുത്തത് പൗലോസായിരുന്നു. അതിന് പകരം അവർക്ക് സ്വന്തം കൈയാലെ ദാനം കൊടുക്കുവാൻ അവിടേക്ക് പോകണമെന്നാണ് ഈ ശ്രേഷ്ഠ അപ്പോസ്തലന്റെ ഹൃദയത്തിലെ ഇപ്പോഴത്തെ താൽപര്യം. ഏതാനും ധർമ്മോപകാരം എന്നതിന് മൂലഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കിന് കൂട്ടായ്മ എന്ന അർത്ഥമാണുള്ളത്. വിശ്വാസികൾക്ക് പങ്കിടുവാനുള്ള ഏത് കാര്യത്തിനും ഈ വാക്ക് ഉപയോഗിച്ചിരുന്നു. ക്രിസ്തു, വചനം, പ്രാർത്ഥന, വിശുദ്ധമേശ, ഭൗതികമായ ദാനങ്ങൾ എന്നിവയെല്ലാം വിശ്വാസികൾ പങ്കിടുന്നതായിരുന്നു. വിശ്വാസികൾ ദാനം ചെയ്യുമ്പോൾ ദൈവവുമായി ക്രിസ്തുവുമായും തമ്മിലും കൂട്ടായ്മ അനുഭവിക്കുകയാണ് ചെയ്യുന്നത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തുവിന്റെ കാര്യങ്ങൾ പങ്കിടുന്നതാണ് കൂട്ടായ്മ എന്ന് പറയുന്നത്. നേരത്തെ താൻ ഉപദ്രവിച്ചിരുന്ന യെരൂശലേമിലെ സഭയുടെ അടുക്കലേക്ക് പോകുന്ന കാര്യത്തെക്കുറിച്ചാണ് പൗലോസ് പറയുന്നത്. ഇപ്പോൾ തനിക്ക് അവരുമായി കൂട്ടായ്മ ആവശ്യമാണ്. അവർക്ക് ഒരു ദാനം കൊണ്ടുപോകുവാൻ പൗലോസിന് ആഗ്രഹമുണ്ട്. ഇതിനെക്കുറിച്ചുള്ള ചരിത്രരേഖ അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകത്തിൽ നമുക്ക് ലഭിക്കുന്നു. പൗലോസ് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: പല സംവത്സരം കൂടിയിട്ട് ഞാൻ എന്റെ ജാതിക്കാർക്ക് ധർമ്മം കൊണ്ടുവരുവാനും വഴിപാട് കഴിപ്പാനും വന്നു എന്ന്. അപ്പോസ്തലപ്രവൃത്തികൾ 24:17. പൗലോസിനെ സംബന്ധിച്ചിടത്തോളം ദാനം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു. 2 കൊരിന്ത്യർ 8-9 അധ്യായങ്ങളിൽ ഇതിനെക്കുറിച്ചുള്ള വിശദീകരണം നമുക്ക് കാണുവാൻ കഴിയും. ഇനി 27 വാക്യം നോക്കിക്കേ. അവർക്കിഷ്ടം തോന്നിയെന്ന് മാത്രമല്ല, അതവർക്ക് കടവുമാകുന്നു. ജാതികൾ അവരുടെ ആത്മിക നന്മകളിൽ കൂട്ടാളികളായെങ്കിൽ ഐഹിക നന്മകളിൽ അവർക്ക് ശുശ്രൂഷ ചെയ്യുവാൻ കടംപെട്ടിരിക്കുന്നുവല്ലോ. അത് ഒരു സ്വമേധാ ദാനമായിരുന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ വ്യക്തമാക്കുന്നു. 2 കൊരിന്ത്യർ 9:7 നാം വായിക്കുന്നത്: അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ, സങ്കടത്തോടെ അരുത്, നിർബന്ധത്താലും അരുത്, സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. പൗലോസ് ശേഖരിച്ച വഴിപാടായിരുന്നു അത്. അതൊരു സ്വമേധാ ദാനവും അതേസമയം തന്നെ അവർക്ക് ദാനം ചെയ്യുവാനായ ധാർമ്മിക കടമയും ഉത്തരവാദിത്വവും ഉണ്ട് എന്ന് പൗലോസ് വ്യക്തമാക്കുന്നു. ഇസ്രായേലിൽ നിന്നാണ് ജാതികൾക്ക് സുവിശേഷം ലഭിച്ചത്. യോഹന്നാന്റെ സുവിശേഷം 4:22 വാക്യത്തിൽ നമ്മുടെ കർത്താവ് ഇപ്രകാരം പറയുന്നു: നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കുന്നു, ഞങ്ങളോ അറിയുന്നതിനെ നമസ്കരിക്കുന്നു. രക്ഷ യഹൂദന്മാരുടെ ഇടയിൽ നിന്നല്ലോ വരുന്നത്. യെരൂശലേമിലാണ് സുവിശേഷത്തിന്റെ ആരംഭം. മക്കദോന്യയും അഖായയും എല്ലാം യെരൂശലേമിനോട് കടംപെട്ടിരിക്കുന്നു. പീഡനം കാരണം ഇപ്പോൾ യെരൂശലേമിലെ വിശ്വാസികളിൽ ചിലർ സാമ്പത്തികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. അഖായയിലും മക്കദോന്യയിലുമുള്ളവർക്ക് അവരുടെ ആത്മീയ കടം ലോകപ്രകാരം കൊടുത്തു വീട്ടുവാനുള്ള ഒരവസരമാണ് ലഭിച്ചിരിക്കുന്നത്. 28 വാക്യം: ഞാൻ അത് നിവർത്തിച്ചു, ഈ ഫലം അവർക്ക് ഏൽപ്പിച്ചു ബോധ്യം വരുത്തിയ ശേഷം നിങ്ങളുടെ വഴിയായി സ്പാന്യയിലേക്ക് പോകും. ഈ ദാനവുമായി യെരൂശലേമിലേക്ക് കടന്നു പോകുവാനുള്ള പൗലോസിന്റെ താൽപര്യം ശ്രദ്ധിക്കുക. ആ യാത്രയിൽ പൗലോസിനെ ശത്രുക്കൾ തടവിലാക്കുകയാണുണ്ടായത്. ഈ ഫലം അവർക്ക് ഏൽപ്പിച്ചു ബോധ്യം വരുത്തിയ ശേഷം എന്ന് വായിക്കുന്നു. ഈ ദാനത്തിന് തനിക്കൊരു രസീത് വേണമെന്നത്ര പൗലോസ് പറയുന്നതിന്റെ അർത്ഥം. അവരുടെ സുവിശേഷ പ്രവർത്തനങ്ങളുടെ ഫലം യെരൂശലേമിലെ സഭ കാണണം എന്നത് പൗലോസിന്റെ ആഗ്രഹമായിരുന്നു. താങ്കൾ എന്തിനെങ്കിലും പണം ദാനം ചെയ്യുമ്പോൾ അത് എന്തിനായി ഉപയോഗിക്കപ്പെടുന്നു എന്ന കാര്യം താങ്കൾ അറിയേണ്ടത് ആവശ്യമാണ്. ഇല്ലെങ്കിൽ ഉത്തരവാദിത്തമില്ലാത്ത ഒരു പ്രവൃത്തിയാകുന്നു താങ്കൾ ചെയ്യുന്നത്. 2 കാര്യങ്ങൾ താങ്കൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ആ പണം കൊണ്ട് എന്ത് ചെയ്യുന്നു? ദൈവവചനത്തിന്റെ പ്രചാരണത്തിൽ കൂടി മനുഷ്യഹൃദയങ്ങളിൽ പ്രയോജനം ഉണ്ടാകുന്നുണ്ടോ? ഇനിയും 29 വാക്യം: ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ ക്രിസ്തുവിന്റെ അനുഗ്രഹപൂർത്തിയോടെ വരും എന്ന് ഞാൻ അറിയുന്നു. തന്റെ റോമിലേക്കുള്ള അനുഗ്രഹകരമായ യാത്രയുടെ അനുമതി മുദ്രയാണിത്. ക്രിസ്തുവിന്റെ അനുഗ്രഹ നിറവോടെയാണ് പൗലോസ് അപ്പോസ്തലൻ എന്ന നിലയിൽ അവിടേക്ക് പോയത്. ഈ യാത്രയെക്കുറിച്ച് ദൈവം അവന് ആത്മീയ ദർശനം നൽകി. യെരൂശലേമിലേക്ക് കടന്നു പോകുന്നതിൽ പൗലോസ് ദൈവഹിതത്തിന് വിപരീതമായിട്ടല്ല പ്രവർത്തിച്ചത്. അതുപോലെ തന്നെ റോമിലേക്ക് പോകുന്നതും ദൈവഹിതത്തിനെതിരായിട്ടുള്ള കാര്യമല്ലായിരുന്നു. അത് ഒരു വിജയയാത്രയായി തോന്നുകയില്ല. എന്നാൽ അപ്രകാരമുള്ള ഒരു യാത്രയായി ദൈവം അതിനെ തീർക്കുകയത്രേ ചെയ്തത്.
ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ ഞാൻ ദൈവഹിതത്തിലല്ലായിരിക്കാം നിൽക്കുന്നത് എന്ന് ഒരു ദൈവത്തിൽ ചിന്തിക്കുന്നത് സാധാരണമാണ്. സുഹൃത്തെ, താങ്കളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് മാത്രം താങ്കൾ ദൈവഹിതത്തിൽ നിന്നും വ്യതിചലിച്ചിരിക്കുന്നു എന്ന് പറയുവാനാവില്ല. എന്നാൽ നേരെ മറിച്ച് താങ്കളുടെ ജീവിതത്തിൽ യാതൊരു പ്രയാസവും ഇല്ല എങ്കിൽ, പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല എങ്കിൽ താങ്കൾ ദൈവഹിതത്തിൽ തന്നെ ആകുന്നുവോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഇന്ന് തന്നെ ഞങ്ങളെ വിളിച്ചറിയിക്കുക. വിളിക്കേണ്ട നമ്പർ 8281384455. ഇന്നത്തെ പ്രോഗ്രാം താങ്കൾക്ക് ഇഷ്ടപ്പെട്ടുവോ? എങ്കിൽ ഉടൻ തന്നെ ഞങ്ങൾക്കൊരു മിസ് കോൾ തരിക. അടുത്ത വിജയി ഒരുപക്ഷെ താങ്കളായിരിക്കാം. മുപ്പതും 31, 32 വാക്യങ്ങൾ നോക്കിക്കേ. എന്നാൽ സഹോദരന്മാരെ, യഹൂദിയിലെ അവിശ്വാസികളുടെ കയ്യിൽ നിന്നും എന്നെ രക്ഷിക്കേണ്ടതിനും യെരുശലേമിലേക്ക് ഞാൻ കൊണ്ടുപോകുന്ന സഹായം വിശുദ്ധന്മാർക്ക് പ്രസാദമായി തീരേണ്ടതിനും ഇങ്ങനെ ഞാൻ ദൈവേഷ്ടത്താൽ സന്തോഷത്തോടെ നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങളോടുകൂടെ മനം തണുക്കേണ്ടതിനും നിങ്ങൾ എനിക്ക് വേണ്ടി ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ എന്നോടുകൂടെ പോരാടണം എന്ന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെയും ആത്മാവിന്റെ സ്നേഹത്തെയും ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. ക്രിസ്തീയ വിശ്വാസം 1-ാം നൂറ്റാണ്ടിൽ എപ്രകാരമാണ് പ്രവർത്തിച്ചിരുന്നത് എന്ന് നാം ഇവിടെ കാണുന്നു. ക്രിസ്തീയ വിശ്വാസത്തിന്റെ പ്രത്യേക വശമാണ് ഇവിടെ നൽകപ്പെട്ടിരിക്കുന്നത്. ഈ ലേഖനത്തിന്റെ പ്രാരംഭ ഭാഗത്ത് പൗലോസ് അപ്പോസ്തലൻ ഉപദേശപരമായ കാര്യങ്ങളെക്കുറിച്ച് വിവരണം നൽകിയിരിക്കുന്നു. ആ ഉപദേശങ്ങൾ ഇവിടെ പ്രായോഗികമാക്കപ്പെട്ടിരിക്കുന്നതായിട്ടത്രേ നാം കാണുന്നത്. പ്രാർത്ഥനയ്ക്കായുള്ള പൗലോസിന്റെ ഗൌരവതരവും ആത്മാർത്ഥവുമായ അഭ്യർത്ഥനയാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ എനിക്ക് വേണ്ടി ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ എന്നോടുകൂടെ പോരാടണം എന്ന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെയും ആത്മാവിന്റെ സ്നേഹത്തെയും ഓർപ്പിച്ച് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. തന്റെ ശുശ്രൂഷയുടെ ഒരു പ്രതിസന്ധിയിലാണ് താൻ വന്നിരിക്കുന്നത് എന്നും ആപത്തിനെ അഭിമുഖീകരിക്കുവാൻ പോകുകയാണെന്നും പൗലോസിന് അറിയാമായിരുന്നു. എല്ലായിടത്തും ശത്രുക്കളാണുള്ളത്. പൗലോസിന് ഭയപ്പെടുവാനുള്ള എല്ലാ കാരണങ്ങളും ഉണ്ടായിരുന്നു എന്നത്രേ തുടർന്ന് നാം വായിക്കുന്ന സംഭവങ്ങൾ തെളിയിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തുവിൽ പ്രാർത്ഥിക്കണമെന്ന് പൗലോസ് അവരോട് അപേക്ഷിക്കുന്നു. തന്റെ ജീവിതത്തിൽ സംഭവിക്കാനിരിക്കുന്നതൊക്കെയും യേശുക്രിസ്തുവിൽ കൂടി മാത്രമേ സംഭവിക്കുകയുള്ളൂ എന്ന വ്യക്തമായ അറിവ് പൗലോസ് അപ്പോസ്തലനുണ്ടായിരുന്നു. തന്നോടൊപ്പം അവരും പ്രാർത്ഥിക്കണം എന്ന് റോമിലുള്ള വിശ്വാസികളോട് പൗലോസ് അപേക്ഷിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിൽ റോമിലുള്ള വിശ്വാസികളെല്ലാവരും തന്നോടൊപ്പം പ്രാർത്ഥിക്കണം എന്ന താൽപര്യം. കാരണം അവൻ നമ്മുടെ വലിയ മധ്യസ്ഥനാണ്. എനിക്ക് വേണ്ടി ക്രിസ്തുവിൽ കൂടി ദൈവത്തോട് അപേക്ഷിക്കുക എന്നത്ര പൗലോസ് പറയുന്നത്. ആത്മാവിന്റെ സ്നേഹത്തിലും ഇത് നാം വായിക്കുന്നു. വിശ്വാസികളെ ഒന്നടങ്കം ബന്ധിപ്പിക്കുന്നതായ ആത്മാവിന്റെ ഫലമാണ് സ്നേഹമെന്നുള്ളത്. സുഹൃത്തെ, നാം തമ്മിൽ ഓർത്ത് പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. എന്നോടുകൂടെ നിങ്ങൾ പോരാടുക എന്ന വാക്ക് വളരെ മനോഹരമായ ഒന്നാണ്. എന്നോടൊപ്പം വ്യഥ അനുഭവിക്കുക എന്ന അർത്ഥം ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. എനിക്കുവേണ്ടി, തന്റെ വ്യക്തിപരമായ സുരക്ഷിതത്വത്തിനു വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് പൗലോസ് അപേക്ഷിക്കുന്നത്. ആത്മാവിന്റെ വ്യഥയോടുകൂടെ പ്രാർത്ഥിക്കണം എന്നത്രേ അവൻ ആവശ്യപ്പെടുന്നത്. സുഹൃത്തെ, നാം ഇപ്രകാരം പ്രാർത്ഥിക്കേണ്ടതല്ലേ? പ്രാർത്ഥനയ്ക്കുള്ള കാര്യങ്ങളുടെ പട്ടിക ധൃതിയിൽ പറഞ്ഞു വിടുകയല്ലേ പലപ്പോഴും നാം ചെയ്യാറുള്ളത്? പൗലോസിനെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥന ആത്മാവിൽ വ്യഥ അനുഭവിക്കുന്ന ഒന്നായിരുന്നു. ഇപ്രകാരമുള്ള പ്രാർത്ഥനയാണ് ഇക്കാലത്ത് അനിവാര്യമായിരിക്കുന്നത്. നാം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമത്രേ. എന്തിനു വേണ്ടി പ്രാർത്ഥിപ്പാനാണ് പൗലോസ് ആവശ്യപ്പെടുന്നത് എന്ന് നോക്കാം. 3 കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പൗലോസ് ഇവിടെ അപേക്ഷിക്കുന്നതായി കാണാം. യഹൂദിയിലെ അവിശ്വാസികളുടെ കയ്യിൽ നിന്നുള്ള അപകടത്തിലായിരുന്നു പൗലോസിന്റെ ജീവൻ. അവരിൽ നിന്ന് രക്ഷപ്പെടണമെന്നുള്ള ആഗ്രഹമാണ് 1-ാമത് പൗലോസ് അപ്പോസ്തലൻ വ്യക്തമാക്കുന്നത്. 2-മതായി ജാതികളിൽ നിന്നുള്ള ദാനം സ്വീകരിക്കുവാൻ യെരുശലേമിലെ സഭയ്ക്ക് വൈമുഖ്യം ഉണ്ടായിരിക്കും. അവർ ആ ദാനം സ്വീകരിക്കണം എന്ന താൽപര്യമാണ് പൗലോസ് വ്യക്തമാക്കുന്നത്. ഈ 2 അഭ്യർത്ഥനകൾക്കും ഉത്തരം ലഭിച്ചു. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ അറസ്റ്റ് ചെയ്യപ്പെട്ടല്ലോ എന്ന് ചിലർ പറയാനിടയുണ്ട്. അത് ശരി തന്നെ. എന്നാൽ ഉടൻ തന്നെ പൗലോസിനെ റോമാക്കാരുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുകയും രാജാക്കന്മാരുടെ മുൻപാകെ നിൽക്കുന്നതിനും അവസാനം റോമിൽ കൈസരുടെ മുമ്പിൽ നിൽക്കുന്നതിനും അവസരം ലഭിച്ചതായി നാം കാണുന്നു. പൗലോസ് അപ്പോസ്തലനെ കുറിച്ചുള്ള ദൈവോദ്ദേശമായിരുന്നു അത്. 3-മതായി
ഞാൻ ദൈവേഷ്ടത്താൽ സന്തോഷത്തോടെ നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങളോടുകൂടെ മനം തണുക്കേണ്ടതിനും പ്രാർത്ഥിക്കണം എന്ന് പറയുന്നു. അപ്പോസ്തലന്റെ പ്രാർത്ഥനയ്ക്കുള്ള പട്ടികയിലെ അവസാനത്തെ കാര്യമാണിത്. പൗലോസിന്റെ ജീവൻ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുകയും യെരുശലേമിലെ സഭ ദാനം സ്വീകരിക്കുകയും സന്തോഷത്തോടെ അവൻ റോമിലേക്ക് വരികയും ചെയ്തു. എന്നാൽ യാത്രയിൽ കപ്പൽ അപകടത്തിൽപ്പെടുകയും കൈസരിയിൽ 2 വർഷക്കാലം തടവിലാക്കപ്പെടുകയും റോമിൽ വന്നപ്പോൾ ബന്ധനസ്ഥനാവുകയും ചെയ്തെങ്കിലും അവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചതായി കാണുന്നു. പരിശുദ്ധാത്മാവിലുള്ള സന്തോഷത്തിൽ പൗലോസ് വന്നതായി കാണുന്നു. നമ്മുടെ ജീവിതത്തിൽ ഈ വിധത്തിലുള്ള സന്തോഷം എത്രമാത്രം ആവശ്യമായിരിക്കുന്നു. പലപ്പോഴും നാം പ്രാർത്ഥിക്കുമ്പോൾ ഒന്നാമത് നാം അതിന്റെ അർത്ഥം ഉൾക്കൊണ്ട് പ്രാർത്ഥിക്കാറില്ല. ഒരു ചടങ്ങ് പോലെ. പലർക്കും പ്രാർത്ഥന എന്ന് പറയുന്നത് വെറും ഒരു സ്വഭാവം മാത്രമാണ്. പ്രാർത്ഥിച്ചില്ലെങ്കിൽ ദൈവം പിടിച്ചടിച്ചാലോ എന്നുള്ള പേടികൊണ്ട് എന്തൊക്കെയോ പുലമ്പി എഴുന്നേറ്റ് പോകുന്നു. നമ്മുടെ പ്രാർത്ഥന അർത്ഥവത്തായിരിക്കണം. ദൈവത്തോട് സംസാരിക്കുന്ന സമയമായിരിക്കണം. പൗലോസിന്റെ പ്രാർത്ഥന എത്ര അർത്ഥവത്തായിരുന്നു എന്ന് നോക്കിക്കാട്ടെ. പ്രതിസന്ധികൾ ഉണ്ടാകാതിരിക്കുവാനായിട്ടല്ല നാം പ്രാർത്ഥിക്കുന്നത്. പിന്നെയോ ഏത് സാഹചര്യത്തിലും ദൈവ സാന്നിധ്യ ബോധത്തിൽ ജീവിപ്പാൻ, ദൈവഹിതത്തിന് വെളിയിൽ പോകാതെ ഇരിക്കേണ്ടതിനായി നാം പ്രാർത്ഥിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഈ വിധത്തിലുള്ള സന്തോഷം എത്രമാത്രം ആവശ്യമായിരിക്കുന്നു. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം, നമ്മുടെ ഹൃദയം ആ സന്തോഷം കൊണ്ട് നിറയും. പൗലോസിന് റോമിൽ ആശ്വാസവും സന്തോഷവും അനുഭവിക്കുവാൻ സാധിച്ചോ? ഉത്തരം ശരിയായി നൽകുവാൻ കഴിയുകയില്ല. തന്റെ ജീവിതത്തിന്റെ അവസാന കാലത്ത് തിമോത്തിയോസിന് അവൻ ഇപ്രകാരം എഴുതിയെന്ന് നമുക്കറിയാം. 2 തിമോത്തിയോസ് 4:6 മുതൽ 8 വരെ. ഞാനോ ഇപ്പോൾ തന്നെ പാനീയയാഗമായി ഒഴിക്കപ്പെടുന്നു. എന്റെ നിര്യാണ കാലവും അടുത്തിരിക്കുന്നു. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. ഈ അധ്യായം പൗലോസിന്റെ ആശീർവാദ വചനത്തോടെയാണ് അവസാനിപ്പിച്ചിരിക്കുന്നത്. 33-ാം വാക്യം നോക്കിക്കേ. സമാധാനത്തിന്റെ ദൈവം നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. കോളിളക്കത്തിലും കപ്പൽ ഛേദത്തിലും എല്ലാം സമാധാനം അനുഭവിച്ചിരുന്നു എന്നിത് വ്യക്തമാക്കുന്നു. അവൻ തന്നെയാണല്ലോ പറഞ്ഞത്, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം. ബുദ്ധി വെച്ച് നോക്കിയാൽ അത് അനുഭവിക്കുവാൻ, അതെ, ആ ആശ്വാസം, ആ സമാധാനം അനുഭവിക്കുവാൻ യാതൊരു സാധ്യതയുമില്ല, ഒരു ന്യായീകരണവുമില്ല. എന്നാൽ ബുദ്ധിക്കതീതമായി അനുഭവിക്കുവാൻ സാധിക്കുന്ന ഒന്നത്രേ ദൈവസമാധാനം. പ്രിയ സുഹൃത്തെ, താങ്കൾക്കും എനിക്കും ഈ വിധമായ സമാധാനം അനുഭവിക്കുവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയത്രേ ചെയ്യുന്നത്. യേശു കർത്താവിലുള്ള ആശ്രയത്തിൽ മാത്രമേ നമുക്കത് ലഭിക്കൂ. കോളിളക്കത്തിന്റെ മധ്യത്തിൽ, ഭയങ്കരമായ പ്രതിസന്ധിയിൽ സമാധാനത്തോടെ പോകുവാൻ സാധിക്കുന്ന ദൈവകൃപ. ഞാൻ ദൈവഹിതത്തിൽ തന്നെ ആകുന്നു എന്ന ഉറപ്പ്. എന്നെ പതറിക്കുവാൻ കഴിയുന്ന ഒരു ശക്തിയുമില്ല, ഒരു വ്യക്തിയുമില്ല എന്നുള്ള ഉറച്ച ബോധത്തോടെ മുന്നോട്ട് നീങ്ങുന്നതായ അവസ്ഥ. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളുടെ ജീവിതത്തിൽ അപ്രകാരമുള്ള ഒരു സമാധാനം അനുഭവിക്കുവാൻ സാധിക്കുന്നുണ്ടോ? പൗലോസിന്റെ ജീവിതത്തിൽ അപ്രകാരം ഒരു സമാധാനം അനുഭവിക്കുവാനും അത് മറ്റുള്ളവർക്ക് ആശീർവദിക്കുവാനും അവന് സാധിച്ചതിന്റെ പ്രധാന കാരണം താൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നുള്ള ഉറപ്പ് അവനുണ്ടായിരുന്നു. പൗലോസ് പറഞ്ഞല്ലോ, അവൻ എന്റെ ഉപനിധി, ആ ദിവസം വരെ കാപ്പാൻ അവൻ ശക്തനാകുന്നു. ദൈവം അറിയാതെ, ദൈവം അനുവദിക്കാതെ എന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. ദൈവം അറിഞ്ഞും ദൈവം അനുവദിച്ചും എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം എന്റെ നന്മയ്ക്കാണ്. പ്രത്യക്ഷത്തിൽ തിന്മയ്ക്കെന്ന് എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ പോലും തിരിഞ്ഞു നോക്കുമ്പോൾ നന്മയ്ക്കായിരുന്നു എന്ന് സാക്ഷിക്കുവാൻ സാധിക്കുന്ന സ്ഥിതി. ഒരുപക്ഷെ ജീവിതത്തിലെ കൈപ്പേറിയ സാഹചര്യത്തിൽ കൂടി കടന്നുപോകുന്ന ഒരു വ്യക്തിയായിരിക്കാം താങ്കൾ. ഞാൻ ഈ പറയുന്നതിനെ ചോദ്യം ചെയ്യുവാൻ മാത്രം തോന്നുന്ന ഒരു അന്തരീക്ഷത്തിലായിരിക്കും താങ്കൾ ഇപ്പോൾ ആയിരിക്കുന്നത്. ഞാൻ പറയുന്നത് താങ്കൾക്ക് ഉൾക്കൊള്ളുവാൻ സാധിക്കുമെങ്കിൽ ഇത്രയും മാത്രം ഓർക്കൂ, മനസ്സിൽ കരുതി വെക്കൂ. എന്റെ ദൈവം അറിയാതെ, എന്റെ ദൈവം അനുവദിക്കാതെ ഈ
വന്നതൊന്നും എന്റെ ജീവിതത്തിൽ വരുമായിരുന്നില്ല. ദൈവം അനുവദിച്ചതുകൊണ്ടാണ് വന്നത്. ഇപ്പോൾ ദോഷത്തിനെന്ന് എനിക്ക് തോന്നുന്ന ഈ കാര്യങ്ങൾ അവിടുന്ന് നന്മയ്ക്കായി മാത്രമേ ചെയ്തിട്ടുള്ളൂ. ആ നന്മ കണ്ടുപിടിക്കുവാൻ ദൈവം എന്നെ സഹായിക്കട്ടെ എന്ന്. നാം നമ്മുടെ ജീവിതത്തിൽ ഭോഷത്വമായി ചെയ്യുന്ന കാര്യങ്ങൾ പോലും ദൈവം നമ്മുടെ നന്മയ്ക്കാക്കി തീർക്കും എന്നത് എത്ര കൃത്യമായിട്ടാണ് പൗലോസിൻ്റെ ജീവിതത്തിൽ നിന്നും നാം പഠിച്ചത്. ഇന്നത്തെ ഈ പ്രോഗ്രാം നിങ്ങൾ ശ്രദ്ധിച്ചതിന് വളരെ നന്ദി. ഇത് നിങ്ങൾക്ക് പ്രയോജനകരമായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. ദൈവഹിതം അനുസരിച്ച് മുൻപോട്ട് പോകുവാൻ നിങ്ങളുടെ ജീവിതത്തെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, അവിടുത്തെ വചനം ഞങ്ങളോട് സംസാരിക്കുമ്പോൾ അതനുസരിക്കുവാനുള്ളൊരു മനസ്സ് തരണമേ. പലപ്പോഴും മറ്റുള്ളവരോട് ക്ഷമിക്കുവാനും പ്രായശ്ചിത്തം ചെയ്യുവാനും ഒന്നും ഞങ്ങൾ ശ്രദ്ധിക്കാറില്ല. എന്നാൽ അത് എത്രമാത്രം ആവശ്യമാകുന്നു എന്ന് അവിടുത്തെ ദാസൻ പൗലോസിൻ്റെ ജീവിതത്തിൽ നിന്നും അവിടുന്ന് ഞങ്ങളെ ഇന്ന് പഠിപ്പിച്ച പാഠത്തിനായി സ്തോത്രം. കർത്താവെ, തീഷ്ണതയോടെ അവിടുത്തെ വേല ചെയ്യുവാൻ നിൻ്റെ മകൻ കാണിച്ച ആ താല്പര്യം ഞങ്ങളും മാതൃകയാക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് ഈ വചനം ശ്രദ്ധിച്ച എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആളാമ്പ്രതി നിൻ്റെ കുഞ്ഞുങ്ങളെ നീ അനുഗ്രഹിക്കണമേ. കുടുംബങ്ങളായി, സഭകളായി, സമൂഹങ്ങളായി ദൈവകൃപയിൽ നിലനിൽപ്പാൻ സഹായിക്കണമേ. ദേശത്തെ അനുഗ്രഹിക്കണമേ. സമാധാനവും സന്തോഷവും ദേശത്ത് നൽകണമേ. നീ ഞങ്ങളെ തുടർന്ന് നിൻ്റെ കൃപയിൽ സൂക്ഷിക്കണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന ഈ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് വീണ്ടും കാണാം.